റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൽമണ്ട് ബട്ടർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് ബ്രെഡിലൊക്കെ ഇങ്ങനെ നോർമൽ ബട്ടർ പോലെ നമുക്ക് തേച്ച് കൊടുക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ജാമും കൂടി ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ പല റെസിപ്പീസിനും, അതായത് കുക്കീസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഓട്ട് മീലിൻ്റെ കൂടെ, അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി അതുമല്ല, വെറുതെ ഒരു സ്പൂണിൽ വെറുതെ ഇടയ്ക്ക് കോരി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു അടുക്കട്ടിയുള്ള പാനിലോട്ട് 2 കപ്പ് ആൽമണ്ട്സ്, അതായത് ബദാം ഇട്ട് കൊടുക്കാം. നിങ്ങൾ വാങ്ങിക്കുമ്പം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആൽമണ്ട്സ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കിതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. എണ്ണ ഒന്നും ഒഴിക്കേണ്ട, മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് മതിയാകും. ചിലപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ കൂടുതൽ നേരം വേണം, അത് നിങ്ങൾ നോക്കാം. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. ഒരു നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരും ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ആൽമണ്ട്സ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. കാരണം ഇതേ പാനിൽ ഇരിക്കുവാണെങ്കിൽ ചിലപ്പം അതിലത്തെ ചൂട് കൊണ്ട് കൂടുതൽ മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഇത് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ചൂടുണ്ടെങ്കിൽ മിക്സിക്ക് വളരെ കേടാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം എല്ലാം ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം. അപ്പം വളരെ ഒരു നേരിയ ചൂടിൽ വേണം എടുക്കാനായിട്ട്, ഒരുപാട് തണുത്തും പോകരുത്. അപ്പോൾ നേരിയൊരു ചൂടിൽ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഞാൻ നേരെ ചൂട് വേണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നമ്മളിത് ബട്ടറാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ആൽമണ്ടിലുള്ള ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ പെട്ടെന്ന് വെളിയിൽ വരാനായിട്ട് ഇത് നേരെ ചൂടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, തണുത്തിട്ടുണ്ടെങ്കിലുള്ള ഒരുപാട് നേരിട്ട് മിക്സിയിൽ അടിക്കേണ്ടി വരും, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പം ഇതേപോലെ എല്ലാ ബദാമും പൊടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വീണ്ടും മിക്സിയിലിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കും. ഒരു ഫ്യൂ സെക്കൻഡ്സും കൂടി നമുക്ക് ഹൈലിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പം ഇതേപോലെ നമ്മുടെ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടാൻ തുടങ്ങും. അതാണ് അടുത്ത സ്റ്റേജ്. ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇനി ബാക്കി ഫുള്ളും അടിച്ചെടുക്കാൻ. അങ്ങനെ ഫ്യൂ സെക്കൻഡ്സ് അടിക്കുക, നമുക്ക് ഓഫ് ചെയ്യാം. കാരണം നമ്മളുടെ കയ്യിൽ മിക്സി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സി കേടായി പോകും. അതുകൊണ്ട് തന്നെ ധാരാളം ബ്രേക്ക് എടുത്ത് ചെയ്യാം. അപ്പം മൊത്തത്തിൽ ശരിക്കും കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 7-8 മിനിറ്റ് മതിയാവും. പക്ഷെ നമുക്ക് ആർക്കും കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി കേടായി പോകും. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കുറച്ച് ഏകദേശം ആവാറാകുമ്പോൾ ഇതേപോലെ ചെറിയ ക്രീമി ആയിട്ട് വരും, പക്ഷെ കുറച്ച് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ വീണ്ടും അടിച്ചു കഴിയുമ്പം ഇതേപോലെ പെർഫെക്റ്റ് ആക്കി നമുക്ക് നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൽമണ്ട് ബട്ടർ. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതിലത്തെ ഓയിൽസ് ഒക്കെ പുറത്ത് വരാൻ പറ്റി. റോസ്റ്റ് ചെയ്ത് പച്ചക്ക് ഇടുവാണെങ്കിൽ ഇത്രയും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം നല്ല ഒരു കുപ്പിച്ചില്ല് ഉള്ള ഒരു കുപ്പിയിലിട്ട് വയ്ക്കുക. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്, ചില്ലുപ്പി തന്നെ ഇട്ട് വയ്ക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കുപ്പി വേണം. അതിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലവർ ഇതിൽ ഉപ്പ് ചേർക്കാറുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി ഇതിൽ ഉപ്പ് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം മിക്സിയിൽ അരയ്ക്കുമ്പോൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കുറച്ചൊരു എമൗണ്ട് എടുത്തൊരു പാത്രത്തിലിടാൻ ഇച്ചിരി ഉപ്പിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ ടേസ്റ്റാണോ അതോ ഉപ്പില്ലാണ്ട് ഇങ്ങനത്തെ ടേസ്റ്റാണോ ഇഷ്ടം നോക്കുക. ഉപ്പുള്ള ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഉപ്പിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് ഇതേപോലെ ചൂടെല്ലാം ആറി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, പുറത്ത് ഒരിക്കലും വെക്കരുത്. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് 1 മാസം വരെ ഒരു കേട് കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ചിലവരൊക്കെ അതിനും കൂടുതൽ വെക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ 1 മാസത്തിൽ കൂടുതൽ ഞാനത് പറയുന്നില്ല. കാരണം പിന്നെ നമ്മൾ ഈ 1 മാസം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമാണ് സ്പൂണൊക്കെ ഇട്ടെടുക്കാൻ പാടൂ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഏറ്റവും ഹെൽത്തിയാണ്. നമ്മളിതിൽ എക്സ്ട്രാ ഫാറ്റ് ഒന്നും ചേർക്കുന്നില്ല. ആൽമണ്ടിൽ നിന്നും വരുന്ന ഓയിലും തന്നെയാണ് ഇത് ബട്ടറാക്കി ഫോം ആയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ ബ്രെഡിൻ്റെ കൂടെ നമുക്ക് തേച്ച് കൊടുക്കാനൊക്കെ ബെസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാം.
ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.